എടാ ആരെങ്കിലും വാ, നല്ല നല്ല എടാ ഗേൾസ് എടാ ഗേൾസ് ഒന്നും എനക്ക് സത്യം പറഞ്ഞ എനിക്ക് എനക്ക് മിണ്ടാ എനക്ക് സ്ട്രീമർ ആണോ? അല്ല അല്ലേ, പിന്നെ ഈ അല്ല ഗ്രീൻ ലൈറ്റ് ഒക്കെ എന്തിനാ ചേട്ടാ? അത് എന്റെ ജനൽ ഇതാക്കിയിട്ടാണ്. ജനൽ അവിടെ ജനലുണ്ട്, അങ്ങോട്ട് വിരിച്ചിട്ടാണ്. സ്ട്രീമർ അല്ല. എനിക്ക് വല്ല യൂട്യൂബിൽ വല്ല എന്റെ വീഡിയോ എല്ലാം കണ്ടാലാണ്. സ്ട്രീമർ അല്ല. എന്നെ എവിടെയും കടിച്ചോണ്ട ഇല്ലല്ലോ, പിന്നെന്താ? എനിക്കറിയത്തില്ല. ആ ഇനി വല്ല പൊട്ടറ്റോ ചേട്ടനോ കുരുവിച്ചേച്ചിയോ അല്ലെങ്കിൽ പൊട്ടറ്റോ ചേട്ടനാ? പൊട്ടറ്റേ ഞാനാ? ഞാൻ എന്താ പൊട്ടറ്റാ? അറിയില്ലേ? ഞാൻ പൊട്ടറ്റൊന്നും അല്ല. ഓക്കെ ഓക്കെ, വിശ്വസിച്ച്. കുരുവിയാ? കുരുവി മറ്റേ ഇതല്ലേ, എനക്കറിയാം. കുരുവിനെ എനക്കറിയാം, യൂട്യൂബർ അല്ലേ. ഞാൻ കുരുവിയൊന്നും അല്ല, മറ്റേ ഇത് വേറെ അല്ല. എവിടെന്ന് നാട്ടീന്ന്? എനിക്ക് ശബ്ദത്തി എന്താ നാട്ടീന്ന് പാട്ടാ? നാട്ടീന്ന് എവിടെന്നാ? എന്നിട്ട് ഞാൻ അവിടെ തിരുവനന്തപുരം. തിരുവനന്തപുരം. ഞാൻ ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യണം? ഞാൻ സൈക്കോളജി പഠിക്കുന്നു. ഡോക്ടറാണാ? സൈക്കോളജി ഡോക്ടർ ആയില്ല, ഡോക്ടർ അല്ല, അപ്പൊ BSc പിന്നെന്താ? സൈക്കോളജി പഠിക്കുക. ഡിഗ്രി ആണ് തരുന്നത്. അപ്പൊ അതെന്ത് സൈക്കോളജി ഡോക്ടർ അല്ലേ അപ്പൊ സൈക്കോളജി? അല്ല, അത് സൈക്കാട്രിസ്റ്റ് ആണ് ഡോക്ടർ. ഞാൻ സൈക്കോളജിയാ പഠിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. മറ്റേ മനസ്സിനെ പറ്റി പഠിക്കണേണ, മറ്റേ മനസ്സിന്റെ കാര്യങ്ങള്. അതെ അത് തന്നെ. ഓക്കെ 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 ഓക്കെ. ആ ഇപ്പൊ ഈ പെണ്ണ് എന്റെ മനസ്സ് വായിക്കുമെന്നാണോ ചിന്തിച്ച്? ഇല്ല ഞാൻ അങ്ങനെ ഇതുവരെ ചിന്തിച്ചില്ല. അല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടപ്പോ തന്നെ മനസ്സിലാവൂലായിരുന്നാ ഞാൻ യൂട്യൂബർ ആണോ അല്ലേ എന്നൊക്കെ, സ്ട്രീം ആണോ അല്ലേ എന്നൊക്കെ മനസ്സ് വായിക്കേ. ആ അപ്പൊ അതെങ്കിൽ ഇപ്പൊ മനസ്സ് വായിച്ചു പറഞ്ഞ സ്ട്രീമർ ആണോ അല്ലേ എന്നൊക്കെ മനസ്സിലായി. അത് പറ്റുമോ? അതൊന്നും മനസ്സ് വായിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ വെറുതെ പറയുന്നത് ആൾക്കാര്. പിന്നെന്താണ് ഗുണ? പിന്നെന്താ കൂടെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഒക്കെ നോക്ക്, കൗൺസിലിംഗ് ചെയ്യുന്ന, തെറപ്പി ചെയ്യുന്ന പരിപാടി, അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പൊ ഡിപ്രഷൻ ഉള്ള ആൾ ഡിപ്രഷൻ കുറച്ച് തരുമോ? കുറച്ചേരും ഡിപ്രഷൻ ഉള്ള ആൾക്ക് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിട്ട് അയാൾ തന്നെ ചിന്തിക്കണം. പക്ഷെ അത് ചിന്തിക്കാൻ വേണ്ടിട്ടുള്ള കഴിവ് ഞങ്ങളാ കൊടുക്കുന്നത്. അതെങ്ങനെ കഴിവ് കൊടുക്കണം? അത് മറ്റേ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഉണ്ടാ ഓരോരോ പോരെ? കാര്യം പറഞ്ഞു കൊടുക്കുമ്പം, ഞാൻ പറയട്ടെ, ഒരാൾക്ക് വിഷമത്തോടെ നിൽക്കുമ്പോ അയാൾ എല്ലാം കാര്യം നെഗറ്റീവായിട്ടേ നോക്കത്തുള്ളു. അപ്പം വേറെ ഒരാള് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാകത്തുള്ളൂ അത് അങ്ങനെ അല്ല എന്ന്. ഇല്ല, എനക്ക് ഡിപ്രഷൻ വരുമ്പോ ഞാൻ പോയി പബ്ജി കളിക്കും, അപ്പൊ എനക്കത് പോവും. എനക്കത് വലിയ കുഴപ്പം. അത് ഡിപ്രഷൻ അല്ല, അത് വേറെ എന്തോ. അല്ല, എനക്ക് ഡിപ്രഷൻ വരുമ്പോ സത്യമായിട്ടാ എന്താ പറയണ, എനക്ക് ഡിപ്രഷൻ വരുമ്പോ ഇതാവും. എനിക്ക് വിഷമം വരുമ്പോ ഞാൻ പബ്ജി കളിക്കും, അപ്പൊ പോവും. ഇപ്പം വീണ്ടും ഇതായി സത്യമായിട്ടും. ഡിപ്രഷനും വിഷമവും വേറെ കാര്യം. എനക്ക് രണ്ടും വരും, വിഷമവും ഉണ്ട്. സത്യമായിട്ട് രണ്ടെണ്ണം വരുമ്പോ ഞാൻ ഇതാക്കും. പബ്ജി കളിക്കുമ്പോൾ എനിക്ക് എന്തോ കുറച്ച് ആശ്വാസം കിട്ടും. എനിക്ക് റാങ്ക് ഊശിയോ അല്ല മറ്റേ കോങ്കർ അടിക്കാൻ നേരത്തെ എനിക്ക് ഇതാവും, സന്തോഷാവും. അത് മറ്റേ ഇത് പേരെന്താ കുട്ടിയുടെ? ഏ കുട്ടിയുടെ പേരെന്താ? എന്റെ പേരാ? എന്റെ പേര് ആദിത്യദേവ്. ആദിത്യദേവ്? ഒട്ടാക്കി പറഞ്ഞ പേരാണോ? അല്ല, അതിന്റെ സ്വന്തം പേരാ. എന്താ അങ്ങനെ വെക്കണ? സ്വന്തം പേരാ. ഓക്കെ. എന്റെ എന്റെ പേരെന്താ? പേര് എന്റെ പേരാ മിഷേൽ. ഒരു സെക്കൻഡ്. എന്തരാ? മിഷേൽ. ഓക്കെ. ഞങ്ങളുടെ മിഷൻ എന്നാ, അതാ ഇവിടെ ഫാൻ അണച്ചതാ. ഓക്കെ. എനക്കിപ്പോ ഡിപ്രഷൻ ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റുമോ? എനക്കിപ്പോ എന്നെ കണ്ടിട്ട് എനക്കിപ്പോ ഡിപ്രഷൻ ഉള്ള ആളാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കണ്ടിട്ടുള്ളല്ലോ പറയുന്നത്. അവരുടെ ബിഹേവിയർ, അവരുടെ പാറ്റേൺ, അവരെന്തൊക്കെയാ രാവിലെയും വൈകുന്നേരം ഫുൾ ഡേ ചെയ്യുന്നത് എന്തൊക്കെയാ, അതനുസരിച്ചിട്ടായിരിക്കും. ഞാൻ രാവിലെയും വൈകുന്നേരം എന്താക്കാ? ഞാൻ പബ്ജി കളി തന്നെയാ. പബ്ജി കളിച്ചോണ്ടിരിക്കും. വേറെ ഈ ഫുട്ബോളും കളിക്കും. പിന്നെ വേറെ ഇതാക്കൊന്നും പോവില്ല. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നാ കുഴപ്പമുണ്ടാ? അല്ല, ടീം കളിച്ചോണ്ടിരുന്ന വെച്ച് ഡിവിഷനൊക്കെ അടിക്കണം. അങ്ങനെയൊന്നും ഇതില്ലല്ല. കഴിക്കുന്നു കുടിക്കുന്നുണ്ടോ? വെളിയിലോട്ടൊന്നും വല്ലപ്പോഴൊക്കെ ഇറങ്ങണം. വെളി ഇറങ്ങക്കില്ല. വെളിയെ ഇറങ്ങാറില്ല. എന്നൊക്കെ സോഷ്യലി ഇതാക്കാറില്ലേ? അങ്ങനെ കുഴപ്പമുണ്ടാ?
എനിക്കധികം അങ്ങനെ ഇതില്ല. കുഴപ്പമില്ല. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് അത് ഇതായി വരുത്തതേ ഉള്ളൂ. എന്താ പറയുക, പ്രശ്നം വരുന്നതേ ഉള്ളൂ. കാരണം അത് എന്താ പറയുക, നമ്മള് തന്നെയും പിന്നെ ഒരിടത്ത് ഇരുന്നിരുന്നിരുന്ന് നമുക്ക് ബെഡ് സോറ് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ബെഡ് സോർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ബെഡ് സോർ എന്ന് പറഞ്ഞാൽ ഈ പാരലൈസ്ഡ് ഉള്ള ആൾക്കാർ തന്നെയും പിന്നെ ബെഡിൽ തന്നെയും കണ്ടിന്യൂസ് കിടക്കുമ്പോ അവർ ഭയങ്കര അവരുടെ ബോഡി ഒരു ഭയങ്കര സോഫ്റ്റ് ആയി വരും. നീര് വെക്കും അവർക്ക് ഫുള്ളായിട്ട്. എനക്ക് നീരൊന്നും. പേടിക്കണ്ട, ഞാൻ പറയുന്നത്. അല്ല, ഞാൻ ഇടക്ക് കട്ടില് മാത്രം കിടപ്പല്ല, ഇടക്ക് ഇരിക്കും, ഇടക്ക് നടക്കും. വെളിയിൽ അങ്ങോട്ട് പോക്കില്ലെന്നേ ഉള്ളു. എണ്ണിക്കണം, നടക്കണം, ഇച്ചിരി വെയിലൊക്കെ കൊള്ളണം. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇപ്പൊ എല്ലാവർക്കും. വെയില ഇപ്പം മഴയൊക്കെയാണ് ഇവിടെ രാവിലെ എണീച്ച് കൊള്ളാം. രാവിലെ എത്ര മണിക്ക്? 8 മണിക്കൊക്കെ കൊള്ളാൻ നല്ല വെയിൽ. രാവിലെ 8 വെയില്. മണി തൊട്ട് 12 മണി വരെയുള്ള വെയില് നല്ല വെയിലാ. അത് നമുക്ക് കൊള്ളാം. ആ ഒരു 15 മിനിറ്റോ അരമണിക്കൂറും വെളിയിൽ പോയി നിന്നാ മതി. ഇച്ചിരി വിറ്റാമിൻ ഒക്കെ എടുക്കുക. നല്ല കാര്യങ്ങൾ അതൊക്കെ. ഞാൻ ഇപ്പൊ വർക്കൗട്ട് ഇല്ല. വർക്കൗട്ട് തുടങ്ങിയ എന്റെ ഡിപ്രഷൻ പോവില്ലേ? വർക്കൗട്ട് തുടങ്ങിയ ഡിപ്രഷൻ അല്ല അതൊക്കെ. അതൊക്കെ എന്താ പറയാ, നമുക്ക് അല്ല, ചെയ്യാൻ എനക്ക് ഡിപ്രഷൻ ഉണ്ട്, പറ്റുന്ന. എനിക്ക് മനസ്സ് വേദനയാണ്, വേദനിക്കും. അപ്പൊ ഞാൻ ഇത് ഗെയിം കളിക്കുമ്പോ എനിക്കത് പോവും. എനിക്ക് വേറെ എന്താ മിണ്ടാരും ഇല്ല. മനസ്സ് വേദനിക്കുന്ന കാരണം എന്താ? അതെങ്ങനെ അത് പറയണ? അത് ഓരോന്നുണ്ടല്ലോ, ഓരോരുത്തർക്ക് അത് തന്നെ. അത് പറഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ. അത് പറഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് മാത്രം വലിയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ ഇതിന്റെ അകത്തൊക്കെ വന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കും ആൾക്കാരുടെ അടുത്ത്. മനസ്സിലായില്ലേ? അതിന് മാത്രം ഇല്ല, എനിക്ക് അത്ര വലിയ ഇതല്ല. എന്നാലും ഇതുണ്ടല്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഇത്ര സാധനം, ഇത്ര ശതമാനം. ആ അപ്പൊ ഇപ്പൊ എനക്ക് വേറെ ഇതൊന്നും ഇല്ല, വേറെ ഇതൊന്നും ഇല്ല. എനിക്ക് സോഫ്റ്റ് ഒന്നും അല്ല, കൈത്തി ഹാർഡാണ്. കുഴപ്പം വേറെ ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഇല്ലല്ലോ, ഞാൻ സെറ്റല്ലേ? ഇല്ല ഇല്ല, എന്റെ നിനക്ക് സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ല. മറ്റേ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോ കണ്ട ഇപ്പം നല്ല എല്ലാവരും സോഷ്യലൈറ്റ് അല്ലേ ഞാൻ. അപ്പം ഇതല്ലേ ഓക്കെ ആണല്ലോ. പതുങ്ങിയിരിപ്പല്ലല്ലേ, ഓക്കെ. പിതുങ്ങിയിരിപ്പല്ലല്ലേ ഞാൻ അത്യാവശ്യം. ഇല്ല ഇല്ല ഇല്ല, ആ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, എനക്ക് അതാണ്. ഞാൻ സെറ്റാണ് കണ്ടാ. എനക്ക് അത്ര ഇപ്പൊ എനക്കല്ല പ്രശ്നം. എനക്ക് വേണമെങ്കിൽ മറ്റേ ഒന്നും ചെയ്യാതിരിക്കണവർക്കാർക്കും, ഗെയിം പോലും കളിക്കാത്തവർക്കാർക്കും ഇതൊക്കെ ചില പോണ ഇതൊക്കെ പറഞ്ഞ ഒന്ന് കുത്തി ഇങ്ങനെ ഇരിക്കണവന്മാർക്ക് അതായിരിക്കും. അതാണ്. അല്ല, അവന്മാരിന്റെ അകത്ത് കയറുവോ? അവന്മാർക്ക് മിണ്ടാൻ പേടിയായിരിക്കൂലേ? അങ്ങനെയൊക്കെ ഉണ്ടാ? ഞരമ്പ് രോഗികളായിരിക്കുമല്ലോ ചിലവര്, അവര് കേറുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത്. എന്താ ഞരമ്പ് രോഗികളാകും, അവരൊക്കെ കേറാറുണ്ട്. അതിന്റെ അകത്ത് എനക്കൊന്നിനെയും കണ്ടില്ലല്ലോ. എനക്കാരും വന്നില്ല. എത്ര വയസ്സുണ്ട്? എനക്കാ ഉം എനക്ക് 20. 20. ആ എനിക്ക് 20. എനക്ക് 20. സത്യമായിട്ട്? ഉം സത്യായിട്ട്. ഏത് വർഷം ജനിച്ചാ? എന്ത്? ഏത് വർഷം നീ ജനിച്ചാ? 2005. അപ്പൊ 21 20 ഇപ്പൊ 21 ആവും അങ്ങനെ. ഉം ഓക്കെ. എനക്ക് ഈ വർഷം 20 ആവും അങ്ങനെയാണ്. അതാണ്. അപ്പൊ എന്താണ് പഠിച്ചാ കഴിഞ്ഞാ? ഇല്ല ഇല്ല, പഠിക്കുന്നതേ ഉള്ളൂ. ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. അപ്പൊ ഇത് ഡിഗ്രി ആയിട്ടുള്ള പഠിത്തമല്ലേ? ഡിഗ്രി ആയിട്ടുള്ള പഠിത്തമോ? ഓക്കെ. ഇതെവിടെ കോളേജാണ്? എന്താ? കോളേജ് പോലത്തെ അടുത്താണ്? കോളേജോ? അവിടെ അപ്പൊ എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെയാ? ആൾക്കാരെ വിളിച്ച് മുൻനിർത്തി പഠിപ്പിച്ചു തരുമോ? മനസ്സിനെ പറ്റി എങ്ങനെ സാധാ പഠിപ്പിക്കും? കോളേജിൽ ഇങ്ങനെ പ്രൊഫസർ വന്ന് പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ. ബോർഡിലൊക്കെ എഴുതിയിട്ടാ? അതാ മറ്റേ വീഡിയോ പോയെ? എടാ, ഞാൻ ഓളെടുത്ത് ഞാൻ ഇത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട. ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ട ഓളെടുത്ത് സംസാരിച്ചു. എനിക്ക് കുറച്ച് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളെടുത്ത് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തിനാ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തോളാം? ഞാൻ കാര്യങ്ങൾ മനഃപൂർവ്വം അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അല്ല ഞാൻ ചുമ്മാ ഇതാക്കിയല്ല. കണ്ട ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ട ഞാൻ സോഫ്റ്റ് അല്ല. എടാ, ഞാൻ നാളെ തൊട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകണം. അപ്പം ഇനി കുറച്ചുകൂടെ കട്ടിയാവും. അപ്പം പിന്നെ കുഴപ്പമില്ല. എനിക്കപ്പോൾ വേറെ കുഴപ്പമില്ല. എനിക്ക് എല്ലാം കട്ടിയാക്കണം. ഞാൻ എല്ലാം കട്ടിയാക്കാൻ പോകുന്നുണ്ട്. എനിക്ക് ഇനി ഒന്നും എൻ്റെ ശരീരത്തിൽ സോഫ്റ്റ് വേണ്ട. ഞാൻ ഫുള്ള് കട്ടിയാക്കാൻ പോകണം. എനിക്കിനി നോ ചാൻസറാ. എന്നെ കട്ടിയാക്കണം. ഇനി സോഫ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞൊരു കുഴപ്പം വേണ്ട. എനിക്ക് കൈയൊക്കെ കട്ടിക്കുറവൊന്നും ഇല്ലടാ. എനിക്ക് നല്ല കട്ടിയൊക്കെ തന്നെ. എനിക്ക് വേണേ ഞാൻ മറ്റേ ഹാൻഡ് വർക്കൗട്ട് ചെയ്താലേ അപ്പം കട്ടിയാവും. ഇത്തിരി കൂടെ കട്ടിയാവും. മനസ്സിലായോ? ലെഗും ഹാൻഡും ലെഗല്ല
ലെഗ് സ്കോട്ട് അടിച്ചാൽ പോരെ. എടാ ലെഗ് സ്കോട്ട് അടിക്കാം, നാളെ തൊട്ട് തുടങ്ങാം. അതെടാ ഞാൻ ആലോചിച്ചാണ്, ഞാൻ നാളെ തൊട്ട് ഈ വർക്കൗട്ടിന് കാര്യം ആലോചിച്ചു. പിന്നെ എനിക്ക് ഞാൻ ഇത്തിരി സ്കിന്നല്ലേ സ്കിന്നി, അതുകൊണ്ട് ഞാൻ പിന്നെ ആലോചിച്ചാണ്. എന്തായാലും കുഴപ്പമില്ല, നാളെ തൊട്ട് തുടങ്ങാം. നാളെ തൊട്ട് നോക്കിയോ. എനിക്ക് ഹാൻഡ് എനിക്ക് ഇനി സോഫ്റ്റ് ആവാൻ പാടില്ല. പറഞ്ഞിട്ടില്ല, എനിക്ക് സോഫ്റ്റ് ആവത്തില്ല. ഞാൻ സോഫ്റ്റ് അല്ല ഏട്ടാ, എനിക്ക് ഇനി എവിടെ സോഫ്റ്റ് ആവണ്ട. ഞാൻ ഫുൾ ഇതാണ്. എന്തിനാ പറ്റില്ല ഹാർഡ്, മറ്റേ ഇരുണ്ട് മറ്റേ പാറക്കട്ടി കണക്കാണ്. ഞാൻ പാറക്കട്ടിയാണ്, എനിക്ക് ഫുള്ള് മനസ്സിലായില്ല. ഞാൻ ഫുൾ ഇതാണ്. സോഫ്റ്റ് ആവണ്ട. എടാ എന്നാലും എടാ എനിക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം ഓക്കെയാണ്, മനസ്സിലായില്ലേ. എനിക്ക് അത്ര ഇതില്ല. എനക്ക് വേണമെച്ചാലേ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഇങ്ങനെ ഇരുട്ടത്ത് മൂലയിരിക്കണവരെ പറ്റിയായിരിക്കും കേട്ടാ. നമ്മ അത്ര അവസ്ഥ വന്നിട്ടില്ല. എനക്ക് അത്ര വന്നിട്ടില്ല. എനക്ക് അത്ര വന്നിട്ടില്ല. എനക്ക് അത്ര വന്നിട്ടില്ല. എന്തായാലും ഞാൻ ഗെയിം കളിക്കാൻ എനക്കതങ്ങ് പൊയ്ക്കോളൂ. എനിക്കിപ്പോ അങ്ങനെ ഇരിക്കാൻ സമയമില്ല. ഒരു ദിവസം 6 മണിക്കൂറേ പബ്ജി കളിക്കത്തുള്ളൂ. പബ്ജിയിൽ ട്രെയിനിങ്ങും ചെയ്തിട്ട് കളിച്ചിട്ട് എനിക്ക് പിന്നെ ഡിവിഷൻ നോക്കുമെങ്കിൽ എനിക്ക് ഡിവിഷൻ അല്ല, എന്നാലും എനിക്ക് ഈ ഫുട്ബോൾ കുറച്ച് കളിക്കണം. അതും കളിച്ച് എനിക്കിപ്പോൾ പല പടവും കാണാനാണ്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഉറങ്ങി ഊറി എണീക്കുമ്പോൾ പിന്നെ എത്ര നേരമാണുള്ള. എനക്കങ്ങനെ ഇരിക്കാൻ സമയമില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഒരു ഇടയ്ക്ക് ഇവളടുത്ത് സംസാരിച്ച ഗുണമായി കേട്ടോ. എന്തായാലും എൻ്റെ അവളെ പേരെന്തരാ പറഞ്ഞ മറന്നു കേട്ടോ. എനിക്ക് അവളെ പേരെന്തരാ എനിക്കിപ്പോൾ ഓർമ്മ എന്തരാ എന്തോ. താങ്ക് യു കേട്ടോ. എന്തായാലും എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിച്ച് കുറച്ച് അറിവ് പോലെ കിട്ടി. എനിക്ക് കുറച്ച് അറിവ് കിട്ടി, മനസ്സിലായില്ലേ. എനിക്ക് എന്തായാലും കുറച്ച് അറിവ് കിട്ടി. എനിക്കിത് ഗുണം ചെയ്യും. എനിക്കിനി ഗുണം ചെയ്യും. നാളെ തൊട്ട് ഹാൻഡ് വർക്കൗട്ട് തുടങ്ങാൻ പോകണം. നോക്കും എനിക്ക് ഫുള്ള് കട്ടിയാവണം. എനിക്കെല്ലാം കട്ടിയാവണം. എനിക്കിനി ഒന്നും സോഫ്റ്റ് ആവണ്ട. ഇനി സോഫ്റ്റ് ആയെന്നും പറഞ്ഞ് ഇനി ഇതാക്കാൻ നിൽക്കണ്ട. എനിക്ക് നോക്കെങ്കിൽ പോയിട്ടൊരു പടം കാണണം. ഞാൻ കുത്ര നാളെ ഒരു പടം കണ്ടിട്ട് എനിക്ക് പടം കണ്ട് എനിക്കൊരു വേറൊരു ഇതിലോട്ട് കയറണം. ഞാൻ കുറച്ച് ഇതാക്കാറുണ്ട്. ഹായിന്നിട്ട് എന്ത് കാര്യമാണ് ആട്ടോ സ്കിപ്പ് ആവുന്നതാണ്. എടാ ഇതൊക്കെ ചാറ്റ് എന്തൊക്കെ പറഞ്ഞാ. എടാ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഇരിക്കാറുണ്ടാ? എടാ നിങ്ങൾ എങ്ങനെയാണ് ഇരുട്ടത്തോ ഇങ്ങനെ ഇരിക്കാറുണ്ടാ? മറ്റേ ഇതായിട്ട് സാഡായിട്ട് ഡിപ്രസ് ഉള്ളതാണോ? എങ്കിൽ വേണ്ട, അറിയാവുന്നവരടുത്ത് ചോദിച്ചാൽ ചേട്ടാ. കട്ടിയായിരുന്ന അതിന്നാണോ തോന്നണ? അങ്ങനെ ഉണ്ടാവില്ലേ പറഞ്ഞേ. സോഫ്റ്റ് ആവല്ലേ. സോഫ്റ്റ് ആയിട്ട് എന്തിനാ പറഞ്ഞ എനിക്കത് മനസ്സിലായാലും വ്യക്തമായിട്ട്. എന്തായാലും എനിക്ക് ഓളടുത്ത് സംസാരിച്ചൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്ത് കാര്യമായിട്ട് ഓളടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ എന്താണ് മറ്റേ എടാ ഞാൻ നിങ്ങൾ കേട്ടായിരുന്ന ഞാൻ ചുമ്മാ പോയിട്ട് പിക്കപ്പ് ലൈൻ അടിക്കാനൊന്നും പോയില്ല. എനിക്ക് ഓൾറെഡി സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റേ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കൂലേ, ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കൂലേ, ഒരു അറിവില്ലാത്ത ഒരാൾ, അറിവ് നേടാൻ വേണ്ടിയിട്ട് അറിവുള്ള ഒരാളടുത്ത് പോയിട്ട് സംസാരിക്കും. എനിക്ക് അതുപോലെ ആയി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു അറിവുള്ള ഒരാളടുത്ത് സംസാരിച്ച് എനിക്കിതായി. എനിക്ക് എന്താ എടാ ഞാൻ സത്യം പറഞ്ഞാൽ പറയാൻ വന്നതാണെങ്കിൽ യൂട്യൂബർ ആണെന്ന് എനിക്ക് കുഴപ്പമില്ല. എന്തായാലും മോന്ത കാണിച്ചില്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ സാടാവുമെന്തോ. എന്തായാലും ഓക്കെ ശരി. എന്തായാലും പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ തന്നെ. ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചതല്ല. ഞാൻ ഒന്നും പോലും ഇതാക്കിയില്ല. ഞാൻ എല്ലാം വളരെ എനിക്ക് ഇനി പോയി അറിഞ്ഞുകൂടെന്ന് പറഞ്ഞ് മറ്റേ കോളേജിൽ പോയിട്ട് ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല്ലല്ലോ. എന്നെ കയറ്റി വിടൂല്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ച അവളെ അടുത്ത്. എല്ലാം എനിക്ക് അറിവ് നേടാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. എനിക്ക് ഇതൊക്കെ മനസ്സിലായില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓളടുത്ത് മിണ്ടി എനിക്ക് അത്യാവശ്യം എനിക്കിപ്പോൾ കുറച്ചൊരു ഇതായി. അപ്പം എന്താ ചെയ്താന്ന് വെച്ചാൽ ഡിപ്രഷൻ ആകുമ്പോൾ ഗെയിം കളിച്ചാൽ മതി. ഈ ഫുട്ബോളിൽ കയറിയിട്ട് അല്ലെ പബ്ജി കയറിയിട്ട് ഗെയിം കളിച്ചാൽ മതി. ഗെയിം കളിക്കുമ്പോൾ എനിക്ക് അതങ്ങനെയാണ്. ഗെയിം കളിക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഗെയിം കളിക്കുമ്പോൾ ഓക്കെയാണ്. ഗെയിം കളി തന്നെടാ. ഗെയിം കളി തന്നെ ഫുൾ ഗെയിം കളി തന്നെ.